ഞാൻ കേട്ടേ കേട്ടേ ചോളി ഞാൻ പുട്ടേ പുട്ടേ ചോളി. നേരാമല്ലാത്തോ വർത്താനം പറഞ്ഞിരുന്ന നേരം കാലം ഒരു നോട്ടമില്ല. നേരം കുറെ ആയല്ലാത്തോ. നേരം കിട്ടുന്ന നേരൊക്കെ തന്നെ പോരാത്തതിന് ഒടിയന്മാര് പായിന നടവഴിയത് ആത്തോ നട്ടപ്പാതര നേരം. പിന്നെ എങ്കളൊരു വേടിപ്പിച്ചാലും കുടിച്ച കണ്ണിന്റെ ചൂടൊക്കെ അങ്ങോട്ട് പോയി. കുട്ടിരാമ എന്താത്തോ അനക്ക് തിരിയാനുള്ള വഴി എത്തിക്കണം. ഈ മീൻ പിടിച്ചത്തിലാണ് പൊയ്ക്കച്ചി. എന്നാ ആ ചൂട്ട് കാട്ടിയാത്തോ. ചുണ്ടിന്റെ ചുണ്ട് കത്തികളോ മൂന്ന കത്തിന് നോക്കിക്കോളിയാത്തോ. എന്നാ പോയിക്കോ. നാളെ നമുക്ക് ഷാപ്പിന്ന് കാണട്ടോ. കണ്ട കണ്ട് ഒടിയന്മാര് പൈന നേരാ കരുതി നടന്തോ. പേടിപ്പിക്കലാത്തോ. കോട്ടുക മുത്തമ്മരെ കോട്ടുക കുഞ്ഞീബേ കുഞ്ഞീബേ. ഈ കുട്ടി വെളുക്കണക്കാതെ ഉറങ്ങിയോ? പഠിച്ച തമ്പിരാക്കന്മാരെ എന്നെ നന്തോ വല്ലെന്തോ ആത്തന്മാരെ മുത്തപ്പയലെ ഒടിയന്മാരെ മുമ്പിൽ വന്ന് പെടാതെ കാത്തിരച്ചിക്കണേ. ഒടിയും പറഞ്ഞു വരുന്ന ഒടിയൻ്റെ മുന്നിൽ പെട്ടാൽ കൂട്ടും കുടുംബം ഒന്നും നോക്കൂല എന്നാണ് എൻ്റെ കാരണന്മാരെന്നോട് പറഞ്ഞത്. വിസ്മയം ഹംദും മൊളിന്ത് ഞാൻ തുടങ്ങിയിടുന്നേ ഭംഗിയോടെ. കുഞ്ഞാടീൻ്റെ പോക്കാണത്. വിളി കേട്ടാ പിന്നെ കേറി വന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു നിൽക്കും. അല്ല കുഞ്ഞീബിയെ, അനക്കിനി ഉറങ്ങാനായില്ല? ഉറക്കം വരണില്ലമ്മ. നിങ്ങൾ ഉറങ്ങിക്കോളി. ഉറക്കം വരാത്തതിന് എന്നെ പറഞ്ഞിട്ടും കാര്യമല്ല. എൻ്റെ കൂടെ മദ്രസ പഠിച്ചവർക്കൊക്കെ ഇപ്പം 2-3 മക്കളായില്ലേ. നട്ടപാതിരക്ക് ഇങ്ങനെ മുച്ചിപ്രാന്ത് പറയില്ലുമ്മ. നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോളി. ആരും തുണല്ലാത്തവർക്ക് നല്ല കാര്യങ്ങൾ ചൊല്ലി പറയണതും ഒരു ബർക്കത്താ മോളെ. എൻ്റെ കുട്ടീൻ്റെ ബാപ്പ ഉണ്ടായിനെങ്കിൽ 21 വയസ്സ് വരെയൊന്നും എന്നെ ഇങ്ങനെ നിർത്തൂലായിരുന്നു. അതിന് വിധി വേണ്ടേ? ഒക്കല്ലാൻ്റെ വിധി. പിന്നെ അമ്മച്ചി ഉറങ്ങ, മോളുറങ്ങിക്കോ. അല്ലോ പഠിച്ചാൻ കാക്കട്ടെ. വെച്ചാല് അന്നയും ഉമ്മാനെയും ഈ പേരേന്റെ ഉള്ളിലിട്ട് കത്തിച്ചു. ഈ രാത്രി നേരത്തെ സാഹിബ് എങ്ങനെയാണ് ഞങ്ങളുടെ പുരയിലേക്ക് വന്നത്? കുഞ്ഞിബി, എൻ്റെ വയസ്സറിയിച്ച നാള് മുതൽ കൽബിൽ കൊണ്ടിറക്കണ പൂതിയാണ്. എൻ്റെ ഭാഗ്യത്തിന് നല്ല ഒരു കനിയായി നിൽക്കണ നേരത്ത് തന്നെ എൻ്റെ ബാപ്പ മയ്യത്തായി പോയി. ഇമ്മാനെങ്ങാനും വിളിച്ച പറഞ്ഞ മാതിരി വരെ നമ്മൾ കത്തിക്കും. ഇനിയുള്ള കാലം എൻ്റെ രഹസ്യക്കാരിയായിട്ട് കഴിഞ്ഞ് പൊന്നുപോലെ അന്നെ നമ്മൾ നോക്കാം.
അല്ല കുഞ്ഞിബിയെ, അനക്കിന്ന് മിറ്റടിച്ചവരൊന്നും വേണ്ട? പാത്രങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചാല് പട്ടിനായ്ക്കൾ വന്ന് നക്കൂലേ? അത് നജസാവൂലേ? അമ്പർത്ത തങ്ങളെ, എന്റെ കുട്ടിക്ക് എത്താ പറ്റിയേ? കുഞ്ഞീബിയെ, കുഞ്ഞീബിയെ, എത്ത മോള് കരയുന്നത്? ഇന്നലെ രാത്രി എന്തേലും പേക്കിനാവ് കണ്ട് പേടിച്ചോ? ആ, ഇന്നലെ രാത്രിയില് എത്താ പറ്റിയേ? ഉമ്മാനെങ്ങാനും വിളിച്ച പറഞ്ഞ മാതിരി ഈ പര നമ്മൾ കത്തിക്കും. കാര്യമില്ലമ്മ, ഞാൻ ഇന്നലെ രാത്രിയില് ബാപ്പാനെ കിനാവ് കണ്ടതാ. ബാപ്പ കൊറേ നേരം കിനാവിൽ ഇങ്ങോട്ട് ഭർത്താനം പറഞ്ഞിരിക്കണം. ബാപ്പ കിനാവില് വരുന്നത് നല്ല കാലം വരണേന്റെ ലക്ഷണാ മോളെ. മരം വെട്ടുന്ന പണിയായിനെങ്കിലും എന്റെ ബാപ്പ ഉണ്ടായിനെങ്കിലും കേമായിട്ട് തന്നെ എന്റെ നിക്കാഹ് നടത്തി കൊടുത്തീനു. ബാപ്പാന്റെ ഒപ്പം നടന്ന ആ കുഞ്ഞവറാനും കാല് മാറിയില്ലേ? നന്ദികേടിന്റെ കാലാണ് കുഞ്ഞിബിയെ. മോള് കരയണ്ട. കുഞ്ഞിബിയെ, ഇജ്ജ് വരുന്നുണ്ടോ? പെരുന്നാളിന് ഒന്നും കിട്ടില്ലെന്നും പറഞ്ഞാണ്ടേ ഇവിടെ നിന്ന് മോങ്ങിയാലേ പാപ്പാണ്ട് ചന്തിക്ക് തല്ലിട്ടു. ആ, പെരുന്നാളായിട്ട് ഒരുങ്ങിയിട്ട് മതിയാണില്ല കുഞ്ഞിബിക്ക്. ഞാൻ ചെന്നാ ബാപ്പതാ വിളിക്കുന്ന. പാപ്പാന്റെ പുന്നാര മോള് വന്നോ? നല്ല മൊഞ്ചത്തേക്കണ് കേട്ടോ. അമ്മ വിളിച്ചോ? ഓ, ഞങ്ങൾ പോയിട്ട് വരാം. ബെറ്റിനിറച്ചി കുറച്ചും കൂടെ ഒന്ന് ഞെരിഞ്ഞോട്ടെ. ആ ആ, അതിനല്ലേ നമ്മൾ പോണത്. പിന്നെ പാപ്പ നിസ്കരിച്ച് വരുമ്പോത്തിനെ ചേക്കോക്കാരൻ്റെ പിടിയിലേ ഇജും ബഷീറും നിൽക്കണേ. നാട്ടിലൊക്കെ വലിയ കുഴപ്പമാണ് പറയാനേ. നമ്മളെ പട്ടാളക്കാരെ പാകിസ്ഥാൻ്റെ വിമാനത്താവളം ബോംബിട്ട് തകർത്തുന്നാ കേൾക്കണേ. ഓൽക്കത് തന്നെ വേണം. നമ്മളെ രാജ്യത്തിൻ്റെ അതിർത്തി എത്രയാണ് ഓല് കയ്യേറിയത്? അത് അവിടെ നടക്കണ കാര്യം. ഇവിടെ ആണെങ്കിൽ വയനാട് വെച്ച് ഒരു നസ്കലേറ്റ് നേതാവ് വർഗീസിനെ വെടിവെച്ച് കൊന്ന് കണ്ണ് ചൂയിന്നെടുത്തുന്നാ കേൾക്കണത്. നെസ്കലേറ്റ് അല്ല പറയാനേ, നെസലേറ്റ്. വലിയ പഠിപ്പുള്ള ഒരാള് സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പവറാണ് സുരായിക്ക്. അതന്നെ കുട്ടിക്കോ, ജി ഇപ്പോഴും മദ്രസിൽ വലിയൊന്നുമില്ലല്ലേ എത്തിയിട്ടുള്ളൂ. കണക്കായി പോയി. പെരുന്നാൾ കഴിഞ്ഞ് ഇന്നാണ് പണിക്കറിയത്. ഞാൻ താഴത്തുനിന്ന് കയറ് പിടിച്ചു കൊടുക്കുകയും മരത്തിൻ്റെ ചുള്ളിക്ക് ഒരു കൊമ്പ് പൊട്ടുമ്പോൾ താഴത്തേക്കൊരു വരവാ നേരെ പാറപ്പുറത്തേക്ക്. ഒരക്ഷരമുണ്ട്, അത് അപ്പം തന്നെ. നേരായി അവറാനെ. ആ, എന്നാ പിന്നെ എടുക്കല്ലേ, ആരും കാക്കണ്ട. കുഞ്ഞീബിനെ കുടുംബത്തെ രക്ഷിക്കേണ്ട കടമ ഞമ്മക്കൊല്ല പാപ്പ. തേങ്ങാക്കൊലയാണ്. ഓ വലിയൊരു ദശകം വന്ന് നിൽക്കണ്. ഒരെണിയും തോണില്ലാത്ത ഐറ്റങ്ങളോട് ബന്ധം വെച്ചിട്ട് എത്തി കിട്ടാനാണ്. ഞാൻ കെട്ടുകയാണെങ്കിൽ കുഞ്ഞിബിന് മാത്രമേ കെട്ടുള്ളൂ. ചെറുപ്പം മുതൽ മനസ്സിലേക്കും കയറ്റി തന്നത് നിങ്ങളൊക്കെ തന്നെയല്ലേ. എൻ്റെ ചെവിക്കൽ ഞാൻ പൊട്ടിച്ചു. കുഞ്ഞീബിൻ്റെ അത്ര മൊഞ്ചില്ലെങ്കിലും പനക്കല ബീരാൻ്റെ മോളെ കെട്ടിയാൽ
സ്വർണം കൊണ്ട് ഓളം അങ്ങോട്ട് മൂടും. അപ്പം മൊഞ്ചും ഉണ്ടാവും. പാപ്പാ കുഞ്ഞീപ്പി, എന്താ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇജെന്താ എന്നോടൊന്നും മിണ്ടാത്ത? ഞാനെന്ത് മിണ്ടാനാ? അല്ല, നിക്കാഹിന് പോവാന് കോഴിക്കോട് നിന്ന് കാറ് വരുന്നുണ്ടെന്ന് കേട്ടല്ല, ശരിയെന്നെ? കുഞ്ഞീപ്പിയെ, എൻ്റെ നെഞ്ച് പഠിക്കണത് എൻ്റെ കൽബിൽ കേൾക്കുന്നുണ്ട്. എന്നിട്ടും ഒന്നും അറിയാത്ത പോലെ എൻ്റെ വർത്തമാനം കേൾക്കുമ്പം എൻ്റെ മനസ്സിൻ്റെ വേദന മാറ്റാൻ നിങ്ങൾക്ക് കഴിയോ? ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മളെ വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച കല്യാണം, നാടും നാട്ടുകാരും ഒരുമിച്ച് പോഴ്ത്തിയ നമ്മുടെ നിക്കാഹ്. കുഞ്ഞീപ്പിക്ക് അറിയാലോ, എൻ്റെ പാപ്പ മയ്യത്തായി പോയ മുതൽ എൻ്റെ പാപ്പ ആളാകെ മാറി. പോരാത്തതിന് സ്വത്ത് മുതൽ ലേശം കൂടുകയും ചെയ്തു. ഞാനെന്താ കാട്ടുക? അല്ലാണ്ട് വിളിക്ക് ഉത്തരം നൽകി എൻ്റെ പാപ്പ പോയപ്പോ തന്നെ ഇതൊക്കെ നമ്മളെ മനസ്സ് പറഞ്ഞേക്കണ്. കുഞ്ഞീപ്പി, നിങ്ങൾ പോയിക്കോളി, കുഞ്ഞീപിക്കൊരു വിഷമമില്ല. പണത്തിന് ആർത്തിമുത്തൻ്റെ പാപ്പ പൊന്നിട്ട് മുടി ഏത് ഹൂറിനെ കൊണ്ടുവന്നാലും ഇജിൻ്റെ മനസ്സിലൊന്നും ഉണ്ടാവും. ഇജിൻ്റെ പ്രാകരുത്. വരുന്ന ഞായറാഴ്ച നിക്കാഹിന് ഇജി വരണം. കുട്ടീനെ കെട്ടാനും ഒരാള് വരും. അതാണ് ബാപ്പ കിനാവിൽ വന്നത്. എൻ്റെ ഉമ്മ, നിങ്ങൾ ആ അടുപ്പിലെ കട്ടൻ ചായ ആണോ നോക്കി? ഇന്നൊരാണി ചക്കര കൂടി ഇല്ല. ഞാൻ ആ പാത്രമൊക്കെ ഒന്ന് കഴുകിക്കട്ടെ. ആയിക്കോട്ടെ. നീക്കി. ഏതവനാടാ ഒടിവേഷം കെട്ടി വന്ന് ഞമ്മന്റെ വൈ മുടക്കി? അടിയനാണ് ചിങ്ങമ്പാടത്തെ ചേനൻ. ആര്? കറപ്പന്റെ മകൻ ചേന്നനോ? ആ സാഹിബേ. ആരെ കൊല്ലാനാടാ ഇന്നത്തൊടി? നമ്മക്ക് നേരെയാണാ? അയ്യോ അല്ല സാഹിബേ, വലിയ കോലത്തെ തമ്പറാൻകുട്ടിക്കുള്ള കുട്ടിയാ. അപ്പൊ ആര് പറഞ്ഞിട്ടുള്ള കുട്ടിയാ? പറമ്പാട്ട നാരായണൻ നായർ ഏൽപ്പിച്ചതാ. നായരെ കിട്ടിയോളപ്പം തമ്പരാൻകുട്ടി പൊറുതി തുടങ്ങിയപ്പോ അതിന്റെ കലുപ്പ് തീർക്കാൻ വേണ്ടി വെച്ച കുട്ടിയാ. അപ്പം തമ്പരാൻകുട്ടീന്റെ നടത്തം ഇന്നത്തോടു കൂടി നിൽക്കില്ലേ? ആ സാഹിബേ, ദയവ് ചെയ്ത് അടിയനെ പോകാൻ സമ്മതിക്കണം.
ശരി പോയിക്കോ. പക്ഷെങ്കിലൊരു കാര്യം, ഇന്നപ്പടെ കണ്ടത് ഒറ്റ കുട്ടീനോട് മുണ്ടിപ്പോരുത്. അഥവാ മുണ്ടിയാല് പെരയിൽ തൂങ്ങിക്കിടക്കുന്ന തോക്കിൻ്റെ ഒരുണ്ട അനക്ക് വേണ്ടി നമ്മളങ്ങോട്ട് കളയും. പോയിക്കോ. പോയിക്കോ. പൊടി അറിയാൻ പോയ പാണനും കാത്ത് വെള്ളം തിളപ്പിച്ച് കാത്തുക്കിട എൻ്റെ ഒരു ദുർവിധിയേ. വന്നോ പണ്ടാരം? ഹൗ നേരം വെളുക്കാൻ ഇനി വല്ലാതെ ഇല്ല പറഞ്ഞേ. ആ തമ്പ്രാൻകുട്ടി ചത്തോ മനസ്സാ? ഒടിച്ചിട്ടിക്കണ്. ചത്തയില്ലെങ്കിലും കിടക്കപ്പായെന്ന് നീ നീക്കൂല. ആൾക്കാർ നിങ്ങളെ തച്ചൊല്ലും. ആ ഇയ്യ് പറഞ്ഞ ശരിയാ. ഇന്ന് ഞമ്മളെ കുഞ്ഞിപ്പോക്കർ സാഹിബിന്റെ മുന്നിലാ ചെന്ന് പെട്ടത്. പടച്ച തമ്പുരാനേ, മന്ത്രചൊല്ലിനെ കളത്തിലിട്ട് പൂട്ടിയില്ലേ. പിന്നെ കാര്യം പറഞ്ഞപ്പോളാ ഒരു വിധത്തിൽ എന്നെ വിട്ടത്. വെറുതെ വിട്ടാൽ എന്തെങ്കിലും കാര്യം കാണും. അജ്ജാ പറഞ്ഞത് നേരാ പെണ്ണേ. നട്ടപ്പാതിരക്ക് കുഞ്ഞീബിന്റെ ആ കുടിലിന്റെ മുന്നിലാ മൂപ്പരെ കണ്ടത്. വല്ല വേലിയും ചാടാൻ പോയതാവും. ഓൽക്കൊക്കെ എത്തുവാലോ. നേരം കോയി കൂകാനായി. ഒന്ന് കണ്ണുമ്പോളെ ചുമ്പണം. വന്നാ പെണ്ണേ അങ്ങട് നടക്കി. ഒരു ചക്കര ചായ ഇങ്ങോട്ട് തരുമോ? നിക്കവിടെ, എല്ലാവർക്കും തരാം. എല്ലാരും ഉണ്ടല്ലോ, ഒന്ന് എനിക്ക് കൊടുത്തോ. ചായക്കടിയൊക്കെ കഴിഞ്ഞോ? കടിയൊക്കെ തീർന്നു. ഇനിയിപ്പോ തോണി വരേണ്ടി വരും അല്ലേ? ആ ഗ്ലാസ് ഒന്ന് നേരെ പിടിക്കണ്ട ഒറാങ്കുട്ടിയാക്കാ. നല്ല ചൂടുണ്ടേ. ചിരട്ടയിലെ ചായ കൂടിയൊക്കെ നിർത്താനായിരുന്നു എൻ്റെ കുഞ്ഞാടിയെ. കാലം മാറി വരികയാണ്. എൻ്റെ ചായക്ക് ഇത്ര കട്ടി കുറവുണ്ടല്ലോ ചാമുണ്ണിയെ. അവറാമാപ്പിള പറഞ്ഞത് ശരിയാട്ടോ, ചായക്ക് നല്ല കട്ടിക്കുറവുണ്ട്. ഇന്നും കടം കുടിക്കാൻ തന്നെയല്ലേ വന്നേക്കണത്? അപ്പം അങ്ങനെയൊക്കെ മതി. അത് ശരി. അല്ലാന്ന് പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം കഴിഞ്ഞിട്ട് നമ്മളെ നാടൊന്നും കരകയറിയിട്ടില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാ. അപ്പോഴാണ് എൻ്റെ ഒരു ചായക്ക് കട്ടി കുറവ്. ഇവിടെ ഇപ്പം ഈ കട്ടിയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങളെ വെറുതെ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞാ ചാമുണ്ണിയേട്ടാ. ഈ ചാമുണ്ണിനോട് ഒരു തമാശ പോലും പറയാൻ പറ്റൂല. വേണ്ടജി, പൈസ തരാക്കാൻ പാടില്ല എൻ്റെ ഓരോ തമാശ. ഉള്ളുപ്പ് അവസരമില്ലാത്തവൻ്റെ നടയില്. മതി 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 മതി, ബാക്കി മനസ്സിലായിക്കണ്. നീ പറഞ്ഞു പോനോ നാറ്റിച്ചണ്ട. ഇതാ മുണ്ടാതെ അവിടെ നിന്നോളി. എനിക്ക് ലേശം കൂടി ചായൻ്റെ വെള്ളം വേണം. ആ ചിരട്ട അങ്ങോട്ട് കാട്ട്. എന്തേ ചേന്നന് രാത്രി നല്ല വെള്ളം കുടിക്കാനൊന്നും കിട്ടിയില്ലേ? ഓളെന്താ പുറത്തയക്കണ? ഈശ്വര, കയ്യിൽ തൂക്കായിട്ടാണല്ലോ വരവ്. 2-3 മുയലോ മുള്ളം പന്നിയോ ജീവനൊന്നും പോകും. സായിബോ കേറിയിരിക്കി. മാണ്ടവറാനെ, നമ്മൾ മലയിലൊന്ന് പോയിട്ട് പറഞ്ഞു. തരം കിട്ടിയാ 2-3 മുയലാളിയും കിട്ടുമെന്ന് നോക്കുമ്പോണോ ചാമുണ്ണിയെ. നല്ല കടുപ്പത്തില് ചക്കരാനിട്ടൊരു ചായ എടുക്ക്. പിന്നെ നിങ്ങൾ ബിസേം വല്ല അറിഞ്ഞിക്കണ? എന്താ സാഹിബേ, വേണ്ടാത്തത് വല്ലതും നടന്നു? നടന്നിക്കണ്. എന്നാ കേട്ടോളി. എന്തേത്? കോലോത്ത തമ്പ്രാൻകുട്ടീനെ. തമ്പ്രാൻകുട്ടീനെ രാത്രിയിൽ ഒടിയം പിടിച്ചിക്കണ്. എന്റെ ഭഗവതിയെ, ആരപ്പ ഈ നെറുകേട് കാട്ടിയത്? ഇക്കോലം കെട്ടിയോലൊക്കെ ഇപ്പൊ മണ്ണിന്റെ അടിയിലായി പോയില്ലേ? ഇല്ലേ സാഹിബേ? മക്കളും കുട്ടികളൊക്കെ ആയിട്ട് ആരെങ്കിലൊക്കെ ബാക്കിണ്ടാവും. ഏതായാലും തമ്പുരാൻകുട്ടി മരണം വരഞ്ഞ് പായെന്നെണീക്കൂല. പടച്ചോനെ, ആ കുടുംബം വാങ്ങിയല്ലോ. അപ്പൊ കോലോത്ത കാര്യം ഇപ്പൊ കുഴപ്പത്തിലാകുമല്ലോ. ആകെ ഒരു ആൺതരിയല്ല ഉണ്ടായിരുന്നത്, അതിപ്പോ ഈ കോലത്തിലുമായി. സംഗതി എന്തായാലും രാത്രിയിലെ തെണ്ടല് കുറച്ചധികം തന്നെയായിരുന്നു തമ്പുരാൻകുട്ടിക്ക്. കെട്ടിയോമാരെങ്കിലും ഒടിക്കണി തീർക്കാൻ ഏൽപ്പിച്ചതാകും. എന്റെ മുന്നിൽ ഒടിയനെങ്ങാനും ബന്ധപ്പെട്ടാല് ഞൗദാരൊന്നും ഉണ്ടാവൂല. രാത്രി ആയാലും പകലായാലും വെടി നമ്മൾ വെക്കും. എന്നാ പോട്ടെ ചേനൻ ചക്ക.
കേട്ടവറാക്ക ഞങ്ങളെ ജാതിയായാലും നിങ്ങളെ ജാതിയായാലും ഉള്ളവരൊക്കെ ജന്മികൾ തന്നെയാ. നമ്മളെപ്പോഴും ഓൾക്ക് താഴെ നിൽക്കണം, അതന്നെ. അല്ലെങ്കിൽ ഓല് നിർത്തും. മോളെ എത്ര കുഞ്ഞീബിയ എനിക്ക് പറ്റിയത്? ഞാൻ ചോദിക്കുന്ന കേക്കില്ല കുഞ്ഞീബിയ. നീ എന്റെ കുട്ടിക്ക് ആകാത്ത എന്നെ പറ്റിയോ? ഉമ്മന്റെ കുഞ്ഞീബി തെറ്റ് ചെയ്തിക്കണമ്മ. എന്റെ മമ്മത്തെ തങ്ങളെ മാനം പോയല്ലോ മതിരിങ്ങളെ. അല്ലാ ഉമ്മച്ചിക്ക് തണുക്കണമൊന്നുമില്ലേ? വല്ലാത്തൊരു ഉമ്മച്ചി തന്നെ കേട്ടോ. ഉറങ്ങിക്കോട്ടോ, ഞാൻ ഇവിടെ ഉണ്ട്. ഉമ്മച്ചി ഉറങ്ങിക്കോ. ഉമ്മച്ചി 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 ഉമ്മച്ചി. നോക്കിയാ കുഞ്ഞാണിയെ അന്റെ കരച്ചിൽ നിർത്തി ചോറ് വെച്ചോ. ഇല്ലാച്ചാല് അന്നെ പിരാന്തത്തി കുഞ്ഞേബിക്ക് ഇട്ടാണ്ട് കൊടുക്കൂട്ടോ. ആ നല്ല കുട്ടി നീ മാമുന്നാളി. ഓ പേടിപ്പിച്ച് കളഞ്ഞല്ലേ ബാലല്ലേ. അനക്കൊന്ന് ഒച്ച ഉണ്ടാക്കിയാലെത്താ? ഭ്രാന്തല്ലേ, ഒച്ച ഉണ്ടാക്കാച്ച അറിയൂലത്താത്താ. അല്ല ഒച്ച ഉണ്ടാക്കിയിരുന്നെങ്കിൽ രണ്ടാമതൊന്നും കൂടി എന്റെ വയറ്റിലാവൂലല്ലോ. നല്ലൊരു ഉമ്മാനി ബാപ്പാനി പറയിപ്പിച്ചാനായിട്ടുണ്ടായ ഒരു ബിലീസ്. അട് മാറിക്ക് രസം കഞ്ഞി ഞാൻ തരാം. എന്റെ കുടിയിൽ പോയി കുടിച്ചോ. വല്ലാത്തൊരു കുഞ്ഞീബി തന്നെ. ഒന്ന് താത്തി പിടിച്ച്. ആ പോയിക്കോ. അല്ല ഒന്നാമത്തേന് ആളാറിയാതെ പെറ്റ് അതിനെ കൊന്നും ചെയ്ത്. രണ്ടാമത്തേന്റെ ആളാരാ? ഭ്രാന്തല്ലേ താത്ത, എങ്ങനെ ആളെ അറിയാ? നോക്കിയണ്ണിയെ കുഞ്ഞീബി ഇതാ വന്നിക്കണ്. ചായന്റെ വെള്ളം കിട്ടിയിട്ടുണ്ടാവില്ല. എത്താള് നോക്കി കൊടുക്ക്. ആ അടുക്കള പുറത്തേക്ക് വരാൻ പറഞ്ഞാലേ. ചെല്ല് കുഞ്ഞീബിയെ, പുറകെ ചെന്ന് ചായയും കടിയും വാങ്ങി വേഗം പോയിക്കോ. ഔന്റെ റബ്ബേ, ആയ കാലത്ത് വിശേഷപ്പെട്ട ഒരു കനി തന്നെയായിരുന്നു. ഓർക്കുമ്പോ തന്നെ കുളിര് കൂരുന്നു. ഇങ്ങനെ പുറത്തിറങ്ങി പറയിപ്പിച്ചാൽ നിൽക്കണ്ട. വരാൻ നേരത്ത് ചെമ്പായിക്കുന്നില്ലേ കുറ്റിക്കാട്ട് കയറിക്കോ. വല്ല പട്ടിനായ്ക്കളോ കുറുക്കനോ പിടിച്ചോണ്ട് പോയിക്കോളൂ. ദീനും മതവും നോക്കി ഈ നാട്ടിൽ ജീവിച്ച മയ്യത്തായ ബാപ്പാന്റെ ഉമ്മാന്റെ മോളാണ് ഈ കുഞ്ഞീബി. പണത്തിന്റെയും പെർമാണിത്തരത്തിന്റെയും ബലത്തില് ഇന്ന് ഈ കോലത്തിലാക്കിയ സാഹിബേ, നിങ്ങളൊന്നോർത്തോളി. ഇത് കൊണ്ടടക്കണത് നിങ്ങൾക്ക് വേണ്ടിയാ. എൻ്റെ ഒരു ചായൻ്റെ അടി എൻ്റെ വയറ്റിൽ കിടക്കണ എൻ്റെ കുട്ടീനെയാണ്.
ഇജ്ജ് പട്ടിക്ക് നായ്ക്ക് തിന്നാൻ കൊടുക്കാന്ന് പറഞ്ഞത്. അള്ളാവിന്റെ ഖജനാവിന്റെ വലുപ്പം, അതിന്റെ മഹത്വം ഇജ്ജ് അറിയാൻ പോണുള്ളൂ സാഹിബേ. ആരാത്? നമ്മളെ കുഞ്ഞീബിയാ? കുഞ്ഞീബി എത്താണാവോ ഈ നേരത്ത് ഇവിടെ? ഇവിടെ കഞ്ഞി ഉണ്ടാക്കാനായി 2 മണി അരി ചേർന്നല്ലോ. പാണമൂപ്പരെ, എന്തേ ഒരാ കൊടി വെക്കാൻ നിങ്ങൾക്ക് എത്ര പണം? കുഞ്ഞീബിക്കാരെങ്കിലും ഒടി വെക്കാനാണോ? എന്നാ അതിന് കൂലില്ല. ആളെ പറഞ്ഞോട് കുഞ്ഞീബിയെ, ഒടിക്കോലം കെട്ടാന് ഒരുക്കാനും ഒരുപാട് വേണം. ആളെ പറ കുഞ്ഞീബിയെ. ആളെ കുഞ്ഞീബി പറയാ. ആദ്യം ഇത് നിങ്ങൾ അങ്ങോട്ട് പിടിക്കി. എന്റെ കരിങ്കുട്ടി ദൈവങ്ങളെ, കുഞ്ഞീബി ഒരുങ്ങി പുറപ്പെട്ട കോലാണല്ലോ. എന്താണ് എന്റെ കാര്യം? ആരാണ് നമുക്ക് കൊടി വെക്കേണ്ടത്? ഈ നാട്ടിലെ പ്രമാണിമാരുടെ കൂട്ടത്തില് ഒരുത്തനുണ്ടല്ലോ. ആര്? കുഞ്ഞിപ്പോക്കർ സാഹിബ്. ആ ഹിമാറിനെയാണ് കൊടി വെക്കേണ്ടത്. എന്റെ കരിങ്കുട്ടി കുട്ടിച്ചാത്തന്മാരെ, കയ്യൂല കുട്ടിയെ, കയ്യൂല. ആ സാഹിബിന്റെ മന്ത്രകളത്തിലിട്ട് പൂട്ടിയനാ. നിങ്ങള് ഈ പഴെടുത്ത് മടങ്ങിപ്പോയിക്കാണ്. നല്ല കോലായി. പാണമൂപ്പരെ, എന്റെ ബാപ്പാന്റെ കൂടെ ഒരുമിച്ച് വളർന്നവരാണ് നിങ്ങള്. ആ ബാപ്പാന്റെ മോള് ആദ്യമായിട്ടാണ് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയണത്. ഇച്ചൊന്നും അറിയാഞ്ഞിട്ടല്ല, കുഞ്ഞുവിനോട് മടങ്ങിപ്പോകാനാണ് ഈ ചേരം പറയണത്. നിങ്ങളെ വയറ്റ് കിടക്കുന്ന കുട്ടിയാണ് ഒടിമായത്തിന്റെ ആദ്യ മരുന്ന്. മരുന്നിനാണെങ്കിൽ എന്റെ വയറ്റിൽ നിർത്തോളി, അല്ലെങ്കിൽ ഒന്ന് കേട്ടോളി. ഇന്ന് രാത്രിയില് മോനെ ഞാൻ വെട്ടിക്കൊല്ലും. അതിനുള്ള തരവും തഞ്ചവും ഇപ്പോഴത്തെ രാത്രിയിലെ വരവും പോക്കും ഇച്ചറിയാം. ആ കിടക്കണ പണം എന്റെ ഉമ്മാൻ്റെതാ. ഇച്ചത് മാണ്ട. എന്റെ മയ്യത്ത് ഖബറടക്കുമ്പോ ഞാൻ കൊടുക്കാനുള്ള കടം ആരെങ്കിലും പറഞ്ഞു വന്നാൽ അത് തീർക്കണം. ഒന്നുകിൽ ഞാൻ ഓനെ കൊല്ലും, അല്ലെങ്കിൽ ഓൻ ഇന്നെ കൊല്ലും. ഇതിലൊന്ന് ഈ രാത്രിയിൽ നടക്കും. ഓ, നേത്താണ് നിങ്ങളിങ്ങനെ വിളിച്ചോണ്ടിരിക്കണ്. കുഞ്ഞീബി പോയില്ലേ? പോയി പെണ്ണെ. അതൊരു പെണ്ണിന്റെ ഉറച്ച തീരുമാനത്തിന്റെ പോക്ക. ഞാനാണെങ്കിൽ ആ കുട്ടിയെ സങ്കടപ്പെടുത്തുകയും ചെയ്തു. ഓം കുരുകുരു കരികുട്ടി, നിന്നറിഞ്ഞവണ്ണം പിടിച്ചുറച്ച് സേവിക്കുമ്പോൾ നീ എനിക്ക് വശമായിരിക്കുക. എൻ വലം ചുമരിന്മേൽ വന്ന് കുടിയിരിക്കുക. കൂടെ വളർന്ന കുഞ്ഞിപ്പോക്കർ മകൾ കുഞ്ഞീബി ആവശ്യപ്പെട്ട പ്രകാരം കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന കുഞ്ഞിപ്പോക്കർ സാഹിബിന് മുടിവെക്കാൻ പോകും. നായിന്റെ മോളെ, ജിന്നെ കൊല്ലാനിറങ്ങിയതല്ലടി. ഒടി മറഞ്ഞു വരുന്ന ഒടിയന്റെ മുമ്പിൽ പെടാതെ നോക്കണ്ട കുഞ്ഞീബി. ഇഞ്ഞിച്ച് ജീവിച്ചാല് ഞമ്മക്കൊരു തടസ്സം തന്നെ.
അസ്സലാമു അലൈക്കും. കുഞ്ഞീബി പോവാണ്. ഒന്നുകിൽ രാവിലെ മയ്യത്തായിട്ടായിരിക്കും എന്റെ നാട്ടുകാരെന്നെ കാണും, അല്ലെങ്കിൽ വേറൊരു നാരയും മയ്യത്തായാലും കുഞ്ഞീബി നിങ്ങൾക്ക് മുമ്പിൽ വരൂല. ഞാൻ മയ്യത്താകുമ്പോ കീറി മുറിച്ച് എന്റെ ബൈറ്റിൽ നിന്ന് എടുക്കണ കുട്ടിക്ക് നിങ്ങളെ ബാപ്പ എളാപ്പമാരുടെയോ കാക്ക അനിയന്മാരുടെയോ മുഖമായി ചേർത്ത് തോന്നുകയാണെങ്കിൽ എന്നോട് പൊറുക്കണം. കുഞ്ഞീബിക്ക് ഭ്രാന്താണ്. നിങ്ങളൊക്കെ വന്ന് കീറി കീഴ്പ്പെടുത്തുമ്പോ പേടി കൊണ്ട് മുണ്ടാൻ മറന്ന കുഞ്ഞീബി എന്നോട് പൊറുക്കണം എന്ന് സ്വന്തം കുഞ്ഞീബി.